Hello friends, Technique Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ OnePlus 8T ആണ്. അപ്പോൾ OnePlus 8T ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ OnePlus 8Tൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ വരുന്നത് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ OnePlus 8T നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ OnePlus 8 ഈ വർഷം ആദ്യം ഇറങ്ങിയത്, അത് ഇൻഫാക്ട് മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിലാണ് OnePlus 8ഉം OnePlus 8 Proയും ഇറങ്ങിയത്. ഇന്ത്യയിൽ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ OnePlus 8T മാത്രമേ ഉള്ളൂ. 8ൻ്റെ അതായത് 8T Pro വേർഷൻ ഇത്തവണ ഇല്ല, വെറും 8T മാത്രമേ ഉള്ളൂ. പ്രോ വേർഷൻ ഇത്തവണ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഒരു ഡിവൈസേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്തും കുറേ ഇമ്പ്രൂവ്ഡ് ആസ്പെക്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് 65 വാട്ട് വാപ്പ് ചാർജിങ് ആണ് വരുന്നത്. നമ്മുടെ 30 വാട്ട് റെഗുലർ 30 വാട്ടിനെ ഇമ്പ്രൂവ് ചെയ്ത് 65 വാട്ടാണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും ക്യാമറാസ് എല്ലാം തന്നെ ഇമ്പ്രൂവ്ഡ് ആണ്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 48 MP പ്രൈമറി സെൻസർ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. 4500 mAh കപ്പാസിറ്റി ബാറ്ററി. ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഓക്സിജൻ OS 11 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് OnePlus 8ൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ വളരെ സിമ്പിളായ മിനിമലിസ്റ്റിക് ബോക്സാണ്. നമ്മൾ 8ഉം 8 Proയും കണ്ട പോലെ തന്നെയാണ് 8Tൻ്റെ ബോക്സ് പാക്കേജും. വെറും 8T എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലത് അക്വാമറൈൻ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഇതിൻ്റെ സാർ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 1.07 ഹെഡ് സാറും 0.85 ആണ് ബോഡി സാറ്. പലരും സാർ വാല്യൂ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒഫീഷ്യൽ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒഫീഷ്യൽ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ള പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് OnePlus 8ൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്കിവിടെ കാണാം OnePlus 8 എന്ന് എഴുതിയത് കാണാം. പിന്നെ OnePlusൻ്റെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ കാര്യമായ മെൻഷൻ ഒന്നുമില്ല, 8 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 8ഉം 8 Pro പോലെ തന്നെയാണ് ബോക്സ് പാക്കേജ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണാം. അക്വാമറൈൻ കളർ, 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് നമ്മുടെ വേരിയൻറ്റ്. ഞാൻ പിന്നെ സാർ വാല്യൂ ഒക്കെ ഞാൻ ഓൾറെഡി പറയുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇതൊന്ന് തുറക്കാം. ആ ബോക്സ് തുറന്നിട്ട് എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്ന നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മേളിൽ കാണുന്നത് OnePlus 8T ആണ്. അപ്പോൾ ഇതാണ് അക്വാമറൈൻ കളറ്. അപ്പോൾ കണ്ടില്ലേ, വളരെ മനോഹരമായൊരു കളറാണ്. അപ്പോൾ നമുക്ക് ഡിവൈസിനെ കുറിച്ച് ഒരു മിനിറ്റിൽ പറയാം. അപ്പോൾ അതിന് മുമ്പ് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരും നോക്കാം. അപ്പോൾ ഇത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു തുറന്നു കഴിഞ്ഞാൽ കാണാം. പിന്നെ അതിനകത്ത് സാർ വാല്യൂവിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലോകത്തുള്ള പല രാജ്യങ്ങളിലെ സാർ വാല്യൂവിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ സേഫ്റ്റി ആൻഡ് ഇൻഫർമേഷൻ ഗൈഡാണ് വരുന്നത്. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ, അപ്പോൾ ഒരു OnePlus വാങ്ങുമ്പോൾ എപ്പോഴും വരുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട്. ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതായത് ഫോൺ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ കാര്യങ്ങളെല്ലാം ബേസിക് ഇൻഫർമേഷൻ എല്ലാം തന്നെ, റെഗുലേറ്ററി ഇൻഫർമേഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു മെമ്പർഷിപ്പാണ് എല്ലാ OnePlus സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോഴും നമുക്ക് കിട്ടുന്നതാണ്, റെഡ് കേബിൾ ക്ലബിൻ്റെ. പിന്നെ ഫൈനലി നമുക്ക് കിട്ടുന്ന കുറേ സ്റ്റിക്കേഴ്സാണ് ഉണ്ടാവും. ഒരുപാട് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പല ടൈപ്പിലുള്ള സ്റ്റിക്കേഴ്സാണ് OnePlus 8ൻ്റെ ബ്രാൻഡിങ്ങുള്ള സ്റ്റിക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. പിന്നെ നമുക്കൊരു കേസാണ് കിട്ടുന്നത്. നല്ലൊരു TPU കേസാണ്. റെഗുലർ നമ്മൾ നെവർ സെറ്റിൽ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് ഇവിടെ. നെവർ സെറ്റിൽ ബ്രാൻഡിങ് കൂടിയ ഒരു കേസാണ് വരുന്നത്. പിന്നെ ഒരു കേബിളാണ്. ഇത്തവണത്തെ കേബിളിൻ്റെ പ്രത്യേകത Type C to Type C ആണ് വരുന്നത്. USB Type A to Type C അല്ല, അതൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് അഡാപ്റ്റർ നോക്കാം. ഇത്തവണ 65 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടെ Type C പോർട്ടാണ് വരുന്നത്. പഴയത് USB Type A ആയിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് 65 വാട്ട് അഡാപ്റ്ററാണ്. പവർ ബ്രിക്കിൻ്റെ ഒരു ഡിസൈനും ആക്ച്വലി മാറിയിട്ടുണ്ട്. കുറച്ചൊരു ഹെവി ബ്രിക്കാണ്. അതേപോലെ തന്നെ ഡിസൈനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു പവർ ബ്രിക്ക്. ഇനി നമുക്ക് ഫോണിനൊന്നും ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസും സോഫ്റ്റ്വെയറും ക്യാമറ എല്ലാം കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് OnePlus 8T ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ഹാർഡ്വെയർസ് എന്ന് പറയാം. ഇതിനകത്ത് വരുന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്, അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കാണാം ഒരു പ്രൈമറി 48 MP ക്യാമറയാണ്. 64 48 MP സോണി IMX 586 സെൻസറാണ്. പിന്നെ വരുന്നത് ഒരു 16 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. അത് സോണി IMX 481 സെൻസറാണ്. പിന്നെ 5 MP മാക്രോ സെൻസറും ഒരു മോണോ സെൻസറാണ് വരുന്നത്. LED ഫ്ലാഷും കാണാം. OnePlus ലോഗും കാണാം. OnePlusൻ്റെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ പവർ കീയും അലേർട്ട് സ്ലൈഡറുമാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വോളിയം റോക്കർ കീസാണ് വരുന്നത്. ബോട്ടം സെക്ഷനിൽ
നമുക്ക് കാണുന്നത് ഒരു സിം ട്രേ ആണ്. USB Type-C പോർട്ടും സ്റ്റീരിയോ സ്പീക്കേഴ്സുമാണ് വരുന്നത്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പിന്നെ ഫ്രണ്ടിലൊരു 16 MP സോണി IMX471 സെൻസറാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഹാർഡ്വെയർ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ് കേട്ടോ. ആക്ച്വലി നല്ലൊരു ഗുഡ് ഇൻ ഹാൻഡ് ഫീലാന്നൊക്കെ പറയാം. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കൊരു ഹെവി ഒന്നുമല്ല, പിന്നെ കുറച്ചൊരു തിക്നെസ് ഒക്കെ കുറച്ചുണ്ട് ആക്ച്വലി. ഇൻഫാക്റ്റ് OnePlus 8 Pro അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടെ കോമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ അക്വാമറൈൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഈ ബ്ലൂയിഷ് കളർ OnePlus നോഡിലും കണ്ട അതേപോലത്തെ കളർ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 6.55 ഇഞ്ചസ് ഫ്ലൂയിഡ് എമോലെഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ല ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് നല്ല വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ റിഫ്രഷ് റേറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ അഡ്വാൻസ് സെറ്റിങ്സ് പോയാൽ റിഫ്രഷ് റേറ്റ് 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 60 Hz 120 Hz രണ്ടുമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ റെഗുലർ OnePlus സ്മാർട്ട് ഫോണിൽ കാണുന്ന പോലെ ഓക്സിജൻ OSൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ OnePlus എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 865 12GB റാമും 256GB സ്റ്റോറേജുമാണ്. 48/16:5+2 ആണ് ക്യാമറ വരുന്നത്. 120 Hz ഫ്ലൂയിഡ് എമോലെഡ് ആൻഡ് 6.55 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. OnePlus 8T ആൻഡ്രോയിഡ് 11ഉം ഓക്സിജൻ OS 11ഉമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് OnePlus ഫോൺ യൂസ് ചെയ്തവർ എപ്പോഴും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാലും വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല ഒരു ഹാർഡ്വെയർ ആസ്പെക്റ്റുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 4 ക്യാമറയാണ് വരുന്നത്. 48 MP പ്രൈമറി ക്യാമറയാണ് വരുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം വീഡിയോ റെസൊല്യൂഷൻ. അപ്പോൾ ഒരുപാട് റെസൊല്യൂഷൻ ഓപ്ഷൻ ഉണ്ട്. 30 FPS 60 FPS ബോത്ത് 1080p ആൻഡ് 4K-ലുണ്ട്. പിന്നെ 4K സിനി മോഡും അതിൽ തന്നെ 60 FPS ഇൻക്ലൂഡറാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് വരുന്നത്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കറക്ഷൻ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നോർഡിലൊക്കെ കണ്ട പോലെ തന്നെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് OnePlus 8T എടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതേപോലെ തന്നെ ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ക്യാമറ എന്ന് പറയാം. കാരണം OnePlus 8 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സെൻസറല്ല ഓവറോൾ ക്യാമറ സെറ്റപ്പിൽ തന്നെ മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല ക്യാമറ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്നത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ 65 watt ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാർജിങ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 8Tൻ്റെ അൺബോക്സിങ് ആൻഡ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ 2 വേരിയൻ്റിലാണ് വരുന്നത്. 8GB റാമും 12GB റാമും അതേപോലെ തന്നെ 2 കളേഴ്സിലാണ് വരുന്നത്. പ്രൈസിങ് ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 8Tൻ്റെ അൺബോക്സിങ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ OnePlus 8T വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.